നമസ്കാരം. കൊല്ലം ജില്ലയിലെ മുഖത്തല എന്ന സ്വദേശത്ത് പ്രവർത്തിക്കുന്ന ഒരു കാഷ്യൂ ഫാക്ടറിയിൽ 27 വയസ്സുള്ള മനോഹർ ഹുച്ചാൻ എന്ന ബംഗ്ലാദേശ് സ്വദേശിയാണ് ഇന്നലെ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിരിക്കുന്നത്. ഈ ഫാക്ടറിയിൽ ഏതാണ്ട് 250ഓളം സ്ത്രീകളാണ് ജോലി ചെയ്യുന്നത്. ഈ ഫാക്ടറിയിൽ ജോലി ചെയ്ത ജോലിക്കാരൻ ബംഗ്ലാദേശുകാരൻ ഇന്നലെ പിടിച്ചുകൊണ്ടുപോയി. അവൻ ഇവിടെ കടയിൽ സാധനം മേടിക്കാനാണ് വരാറുണ്ടോ? ഇവിടെ ഇന്ന് പിന്നെ ഇത് പത്രത്തിലെ ഫോട്ടോ കണ്ടപ്പോഴാണ് ആളിനെ മനസ്സിലായത്. ഏകദേശം 3 ദിവസം ഇവിടെ വന്ന് ബീഡി മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അത്രേ അറിയാവൂ. ഈ യുവാവിനെ ഇവിടെ നിന്ന് തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് പിടിച്ചുകൊണ്ട് ഇന്നലെ ഏതാണ്ട് 10 മണിയോടുകൂടെ ഇവിടെ ഈ ഫാക്ടറിയിൽ എത്തുകയും ഏതാണ്ട് 2, 3, 4 മണിക്കൂറോളം ചോദ്യം ചെയ്തതിന് ശേഷമാണ് ഈ മനോഹർ ഹുച്ചാനെ ഇവിടുന്ന് കൊണ്ടുപോയത്. ഈ സ്ത്രീകളെല്ലാം തന്നെ മറ്റൊരു വിഭാഗത്തിലാണ്. ഈ അണ്ടി തന്നെ പല രീതിയിൽ തല്ലുകയും അത് പാസ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന പല 3-4 സെഷനിലാണ്. അതുകൊണ്ട് സ്ത്രീകൾക്ക് ആർക്കും തന്നെ ഈ യവനെക്കുറിച്ച് വലിയ അറിവില്ല. പക്ഷേ അറിയുന്നവർക്കൊക്കെ വലിയ ദേഷ്യ സ്വഭാവക്കാരനായിട്ടാണ് കാണപ്പെട്ടതെന്നാണ് പറഞ്ഞത്. നമ്മൾ ഈ മാനേജറെടുത്തും അതിൻ്റെ മുതലാളിയുടെ മകനാണ് ഇവിടെ കൈകാര്യം ചെയ്യുന്ന അവരെടുത്തും മറ്റ് സ്റ്റാഫുകൾ ചോദിച്ചപ്പോൾ ഒന്നും തന്നെ ഇവർ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അത് എന്ത് തന്നെയാണോ, ഭയപ്പെട്ടുകൊണ്ടാണോ അതോ ഇവർക്ക് ഇതിനകത്ത് പങ്കുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. ഒരു ആധാർ കാർഡിൻ്റെ കോപ്പിയുമായിട്ട് വന്നാൽ ഇവിടെ എവിടെ വേണമെങ്കിലും ജോലി ചെയ്യാം. പക്ഷേ ആ ജോലി ആധാർ കാർഡ് ഒറിജിനലാണോ അത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പരിശോധിക്കാനോ അല്ലെങ്കിൽ അവർക്ക് അതിന് വ്യക്തമായിട്ട് തെളിവ് ശേഖരിച്ചുകൊണ്ട് അതിന് നിജസ്ഥിതി ബോധ്യപ്പെടാൻ സത്യസന്ധമായിട്ടുള്ള അവ ഇന്ത്യക്കാരനാണോ ആസാം സ്വദേശിയാണെന്നുള്ള രീതിയിൽ ഒരു ആധാർ കാർഡ് സംഘടിപ്പിച്ചുകൊണ്ടാണ് ഈ കൊല്ലത്ത് കോടാലിമുക്കിലുള്ള ഈ ഫാക്ടറിയിൽ ജോലി ചെയ്തത്. ഏതാണ്ട് 19ഓളം പശ്ചിമ ബംഗാൾ സ്വദേശികളുണ്ട്. എത്ര മാസമായി? 1.5 മാസമാകുന്നു. അല്ലാതെ നമുക്ക് ഇതിനെപ്പറ്റിയൊന്നും അറിഞ്ഞൂടാ. എങ്ങനെയാ മറ്റേ ഇവിടുത്തെ ആൾക്കാർ പോയപ്പോഴാ വന്നത് ഇവന്മാര്. നമ്മുടെ അടുത്തൊക്കെ എങ്ങനെയാ സഹകരണമൊക്കെ? സഹകരണമൊന്നുമില്ല. ആരുമായിട്ട് സഹകരണമൊന്നുമില്ല. ഇപ്പൊ പുതിയതായിട്ട് വന്ന പിള്ളേരല്ലേ അതൊക്കെ. ഇപ്പൊ പുതിയതായിട്ട് വന്ന പിള്ളേരല്ലേ, നമുക്ക് അറിയൂല. നമ്മൾ നോക്കാനും പറയാനും കിട്ടാനും പോകത്തില്ല. മറ്റേ കൊച്ചുങ്ങളാണെങ്കിൽ എന്തെങ്കിലും ഒക്കെ ഒന്ന് പറയും. അവന്മാര് ഫെബ്രുവരി പോയി, ഇവന്മാര് മാർച്ച് വന്നു. ഇത്ര വ്യത്യാസമേ ഉള്ളു. അല്ലാതെ നമുക്ക് അതിനെപ്പറ്റി സഹകരണമൊന്നും നമുക്കില്ല. 10 മണിയായപ്പോ വന്നെന്ന് തോന്നുന്നു. 10-11 മണിയായപ്പോ പോലീസ് വന്നു. പിന്നെ അവര് കൊണ്ടുപോയത് ഒരു 4 മണിയൊക്കെയാണ്. 10 മണിക്ക് വന്നിട്ട് 4 മണിക്കാണ് ചോദ്യം ചെയ്യുന്നേ. അതിന് ശേഷം തോടിറക്കിയത്. ഞാനില്ലായിരുന്നു. അവന്റെ ചോദ്യങ്ങളൊക്കെ നടത്തിയിട്ടാ അവനെ കൊണ്ടുപോയത്. ഇത്തരം നിരവധി കേരളം ഒരു സുരക്ഷിത താവളമാണെന്നുള്ളതിന് ഒരു തെളിവായിട്ടാണ് ഇത് കാണുന്നത്. അവർക്ക് ഏത് രാജ്യത്തുള്ളവർക്കും എന്ത് തീവ്രവാദ പ്രവർത്തനം നടക്കുന്നവർ അക്രമം നടത്തുന്നവർക്കും കേരളത്തിൽ വന്ന് ഇത്തരത്തിൽ ഇവർക്ക് ജോലി ചെയ്യാം, ജോലി കിട്ടും. അതല്ലെങ്കിൽ ജോലിക്ക് അത്രയും സുരക്ഷിതമുണ്ടായിട്ടാണ് അവരെ ഇവിടെ ജോലി ചെയ്യാൻ അവർ കഴിയുന്നത്. ഇതേ കണക്ക് അഞ്ചൽ സ്വദേശി അവൻ്റെ കൂടെ ഒപ്പമുള്ള ഒരാൾ അഞ്ചൽ നിന്നാണ് പിടിക്കപ്പെട്ടത്. തിരുവനന്തപുരത്ത് വെച്ച് മറ്റൊരു ബംഗ്ലാദേശ് സ്വദേശിയെ പിടിച്ചപ്പോഴാണ് ഇവൻ്റെ വാട്സപ്പ് ചാറ്റുകളും ഇവരുടെ ഫോൺ കോളുകളെല്ലാം തന്നെ ബംഗ്ലാദേശിലേക്കും മറ്റുള്ള സ്ഥലങ്ങളിലേക്കും കോളുകൾ കേന്ദ്രീകരിച്ചാണ് തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് കൊട്ടിയം പോലീസ് സ്റ്റേഷൻ്റെ സഹായത്തോടു കൂടി വന്നാണ് ഇവിടുന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിരിക്കുന്നത്. ഇതിനൊന്ന് പ്രതികരിക്കാനോ നമ്മുടെ ഫാക്ടറിയുടെ ഇപ്പോൾ നടത്തിപ്പുകാരായിട്ടുള്ളവരോ അതിൻ്റെ മാനേജ്മെൻറ്റോ ഒന്നും തന്നെ നമ്മളോട് പ്രതികരിച്ചിട്ടില്ല. അവർ ഒന്നും സംസാരിക്കാനും ഇവിടെ പറയുന്നത് ഏതാണ്ട് 1 മാസത്തിനകത്താണ് ഈ യുവാവ് ഇവിടെ ജോലിക്കെത്തിയെന്നാണ് പറയുന്നത്. യവനെ ഇവിടെ എത്തിച്ച 3-4 പേരുണ്ട്. നമ്മുടെ നാട്ടിൽ ഈ കൊല്ലം ജില്ലയിൽ കശുവണ്ടി മേഖലകൾ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിനൊക്കെ ചുരുക്കം ചില മുതലാളിമാരാണ് ഇത്തരം ജോലികൾ കൊടുക്കുന്നത് അവരെ സഹായിക്കും. പക്ഷേ അത്തരം സ്ഥലങ്ങളിലേക്ക് ഇത്തരത്തിൽ ആൾക്കാർ നുഴഞ്ഞു കയറിക്കൊണ്ട് ആ ബിസിനസ്സിനെ തകർക്കാൻ വേണ്ടിയാണോ അതോ ഇത്തരത്തിൽ ആരാണ് ഇവരെ നിയമിക്കുന്നത് നല്ല രീതിയിൽ കേരളത്തിൽ അന്വേഷണം നടത്തണം എന്ന് മാത്രം പറയുന്നത്. കൊല്ലം ജില്ലയിൽ ഇത്തരം ഫാക്ടറികളിലും ഇതേ കണക്ക് ബംഗ്ലാദേശിലും അല്ലെങ്കിൽ ബംഗാളികളും മറ്റുള്ള ആസാം സ്വദേശികളും ഒക്കെ ജോലി ചെയ്യുന്നവരുടെ ആധാർ കാർഡുകളും എല്ലാം പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. അതിന് വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കുന്നുവെന്നാണ് ഇന്ന് നമുക്കറിയാൻ കഴിയുന്നത്. എന്തായാലും അതിൻ്റെ മാനേജ്മെൻറ്റുകൾ അവർക്ക് ഏത് രീതിയിലാണോ അവരിവിടെ എത്തിയെന്നോ അല്ലെങ്കിൽ ഏത് രീതിയിൽ അവർക്ക് തൊഴിൽ കൊടുത്തെന്നോ എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ പറയുന്നില്ല. എന്തായാലും ഇത്തരത്തിലൊരു സംഭവമാണ് കൊല്ലം ജില്ലയിൽ കോടാലിമുക്കിൽ പ്രവർത്തിക്കുന്ന ഈ ഫാക്ടറിയിൽ ഇന്നലെ ബംഗ്ലാദേശ് സ്വദേശി വന്ന് സ്വൈരവിഹരമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഇത്തരത്തിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തും നമ്മൾ മലയാളികളല്ലാത്തവരാര് ജോലി ചെയ്താലും അതിനെക്കുറിച്ച് ശ്രദ്ധ ചെലുത്തണമെന്നും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാർ ആരാണെന്ന് കണ്ടുപിടിക്കണം. അവരെല്ലാവരും നമ്മുടെ രാജ്യത്തിന് സുരക്ഷതയ്ക്കും തീവ്രവാദ പ്രവർത്തനം അവർ ജോലിക്ക് തന്നെയാണോ വരുന്നത് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം.